കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ഉപകരണത്തെ കുറിച്ചിട്ട് പരിചയപ്പെട്ടു. ദാറ്റ് ഈസ് സൈക്ലോട്രോൺ. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അത് പ്രോട്ടോൺസ് ആവാം, ആൽഫ പാർട്ടിക്കിൾസ് ആവാം, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആവാം. ഇങ്ങനത്തെ പാർട്ടിക്കിൾസിൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്, സൈക്ലോട്രോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് വർക്കിംഗ് ഓഫ് സൈക്ലോട്രോൺ ആണ്. സൈക്ലോട്രോണിൽ മെയിൻ ആയിട്ട് ഉള്ളത് മെറ്റാലിക് സെമി സർക്കുലർ സിലിണ്ടർ, അവരെ നമ്മൾ ഡീസ് എന്നാണ് പറയാ. രണ്ട് ഡീസ് ആണ് ഉള്ളത്, D1 ആൻഡ് D2. ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസിലേറ്റർ ഉണ്ട്. ആ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഹൈ ആണ്, വോൾട്ടേജും ഹൈ ആണ്. ഇതിനെ നമ്മൾ ഓരോ ഡീസിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫ്ലക്ടർ ഉണ്ട്. ഈ ഡിഫ്ലക്ടർ നമ്മൾ യൂസ് ചെയ്യണത് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ സ്പീഡ് മാക്സിമം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ അതിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, ഡിഫ്ലക്ടർ കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്ത് മാത്രമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അത് എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. ഓസിലേറ്ററിന്റെ ഒരു ടെർമിനല് പോസിറ്റീവ് ആണ്, മറ്റേ ടെർമിനല് നെഗറ്റീവ് ആണ് അറ്റ് എ സെർട്ടൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം എന്ന് വിചാരിക്കുക. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ D1 പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും, D2 നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക ഈ ഡയറക്ഷനിലാണ്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്ലി. സോ നമ്മുടെ പോസിറ്റീവ് ചാർജസ് D1 D2ലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യണ സമയത്ത് അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ആവും. ജസ്റ്റ് D2ന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണതിന്റെ മുമ്പ് വരെ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ആവും. D2ന്റെ ഉള്ളിലേക്ക് അത് എൻ്റർ ചെയ്യലും ഇലക്ട്രിക് ഫീൽഡ് സീറോ ആവും, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് കണ്ടക്ടർ ഇസ് സീറോ എന്ന് നമുക്കറിയാം. D2ന്റെ ഉള്ളിലേക്ക് അത് എൻ്റർ ചെയ്യലും മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് ആക്ട് ചെയ്യുള്ളൂ. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് D2ന്ന് പുറത്തേക്ക് ഇറങ്ങലും എന്ത് സംഭവിക്കും, ഇലക്ട്രിക് ഫീൽഡ് പിന്നെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ അതിന്റെ വെലോസിറ്റി കൂടും. എന്നിട്ട് D1ലേക്ക് എൻ്റർ ചെയ്യലും പിന്നെയും ഇലക്ട്രിക് ഫീൽഡ് എന്താവും, സീറോ ആവും. മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് ആക്ട് ചെയ്യുള്ളൂ. പിന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. ഇവിടെ ഇതിന്റെ റേഡിയസ് കുറച്ചുകൂടി അധികമായിരിക്കും ഇവിടത്തെക്കാട്ടിലും. കാരണം എന്താ വെച്ചാല് നമുക്കറിയാം റേഡിയസ് R=mv/qb ആണ്. റേഡിയസ് വെലോസിറ്റിക്ക് ഡയറക്ട്ലി അപ്പോർഷനിലാണ്. അത് കാരണം ഇവിടുത്തെ റേഡിയസ് അധികമാണ് ഇവിടത്തെക്കാട്ടിലും. അപ്പൊ ഇങ്ങനെ ഇത് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഡിഫ്ലക്ടറിന്റെ അവിടെ എത്തുന്ന സമയത്ത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ മാത്രം അത് ഡിഫ്ലക്ട് ചെയ്യും. അങ്ങനെ അത് എന്ത് ചെയ്യും, ചാർജ് പാർട്ടിക്കിള് വെലോസിറ്റി കൂടി 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 അത് മാക്സിമം വെലോസിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് സൈക്ലോട്രോൺ വർക്കിംഗ് എന്ന് പറയുന്നത്.